ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സും സ്വയത്തിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻ എന്ന കോഴ്സിലെ തിയറീസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന ഭാഗത്ത് വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സ്വയത്തിൽ നമുക്ക് ഈ ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലെ ആ ഒരു മെറ്റീരിയലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് നോൺ ഫോർ ദ അറ്റാച്ച്മെൻറ്റ് തിയറി? സിഗ്മണ്ട് ഫ്രോയിഡ്, എറിക് എറിക്സൺ, ജോൺ ബോൾബെ, ജീൻ പിയാഷെ. ആൻസർ ജോൺ ബോൾബെ ആണ് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് സൈക്കോളജിസ്റ്റ് പ്രപ്പോസ്ഡ് ദ എക്കോളജിക്കൽ സിസ്റ്റംസ് തിയറി? യൂറി ബോൺഫെൻ ബ്രെന്നർ, എറിക് എറിക്സൺ, ലേവ് വൈഗോസ്കി, ആൽബർട്ട് ബണ്ടൂര. ആരായിരിക്കും? യൂറി ബ്രോൺഫെൻ ബ്രെന്നർ ആണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ഫ്രോയിഡ്സ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ? സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ പേഴ്സണാലിറ്റി സ്ട്രക്ചറിൻ്റെ ഭാഗമല്ലാത്തത് ഇതിലേതാണ്? ഇത് സൂപ്പർ ഈഗോ, സെൽഫ് കോൺസെപ്റ്റ്, ഈഗോ. നമുക്കറിയാമല്ലേ, അത് നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗമായിരിക്കും സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറി അല്ലേ. അതിൽ സെൽഫ് കോൺസെപ്റ്റ് അതിൽ വരുന്നില്ല. ഇതും സൂപ്പർ ഈഗോയും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി സ്ട്രക്ചറിൽ വരുന്നതാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ എറിക്സൺസ് തിയറി ദ കോൺഫ്ലിക്റ്റ് ഓഫ് അഡോളസൻസ് ഈസ് ഓട്ടോണമി വേഴ്സസ് ഷെയിം, ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ, ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ഏതായിരിക്കും? In Erickson's theory, the conflict of adolescence is identity versus role confusion. Jean Piaget's theory focuses on psychosexual stages, operant conditioning, cognitive development, attachment needs. ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഓരോ തിയറിയും ആരുടേതാണെന്നുള്ളതും ഓപ്പറൻ്റ് കണ്ടീഷനിങ് ആരതാണ്, സൈക്കോസെക്ഷൽ ആരതാണ്, അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ജീൻ പിയാഷേൻ്റെതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. ലേവ് വൈഗോസ്കീസ് കോൺസെപ്റ്റ് ദാറ്റ് എക്സ്പ്ലെയിൻസ് ലേണിംഗ് പൊട്ടൻഷ്യൽ വിത്ത് ഹെൽപ്പ് ഈസ് കോൾഡ് ഈഗോ ഡെവലപ്മെൻറ്റ്, കോഗ്നിറ്റീവ് അസിമിലേഷൻ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, സൈക്കോസോഷ്യൽ സോൺ. ഏതാണ്? വൈഗോസ്കിയുടെ ആ ഒരു കോൺസെപ്റ്റ് അല്ലേ, ലേണിംഗ് പൊട്ടൻഷ്യൽ വിത്ത് ഹെൽപ്പ്, അതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പിയാഷേസ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി? അപ്പം പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി നമ്മൾ നന്നായിട്ട് പഠിക്കണം. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യന് അദ്ദേഹത്തിൻ്റെത് നമ്മൾ കണ്ടു അല്ലേ, ആ ഒരു ഭാഗത്തുനിന്ന്. അതിലേതാണ് ഫസ്റ്റത്തത്? സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഒരുപാട് സ്റ്റേജസ് പറയുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഫസ്റ്റ് സ്റ്റേജ് എന്താണോ സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. ഹു ഡെവലപ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്? ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട് അല്ലേ, അത് ആരുടെ തിയറിയാണ്? അതിൽ എന്താണ് എക്സ്പെരിമെൻ്റ് വരുന്നത്? അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. ഒരുപാട് ക്ലാസ്സസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ആരുടെ കോൺസെപ്റ്റാണ് ക്ലാസിക്കൽ. ഹു ഡെവലപ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്? ആരുടെ കോൺസെപ്റ്റാണ്? ബി.എഫ്. സ്കിന്നർ, എറിക് എറിക്സൺ, ഇവാൻ പൗലോ, ജോൺ വാട്സൺ. ആൻസർ ഇവാൻ പൗലോ. അക്കോർഡിംഗ് ടു ബി.എഫ്. സ്കിന്നർ, വിച്ച് ഇൻക്രീസസ് ദ ലൈക്ലിഹുഡ് ഓഫ് ബിഹേവിയർ റിപ്പിറ്റേഷൻ? ഏതാണ്? റെയിൻഫോഴ്സസ് ആണ് കേട്ടോ. What does the super ego represent in Freud's theory? ഏതാണ് സൂപ്പർ ഈഗോ? What does the super ego represents Freud's theory? Answer basic drives അല്ലെങ്കിൽ pleasure, rational thinking, moral judgment. ആൻസർ ഏതാ വരിക? moral judgment. Erikson believed personality develops through 8 സൈക്കോസോഷ്യൽ സ്റ്റേജസ്. എറിക് എറിക്സൻ്റെ തിയറിയിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ബിലീവ്ഡ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് 8 സൈക്കോസോഷ്യൽ സ്റ്റേജസിലൂടെയാണ്.
The law of effect was proposed by Edward Thorndike. ലോ ഓഫ് എഫക്റ്റ് ഉണ്ട്. എഡ്വാർഡ് തോണ്ടേക്കിൻ്റെ ആ തിയറി എടുത്താൽ നമുക്ക് മനസ്സിലാവും. ദ ലോ ഓഫ് എഫക്റ്റ് എന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് എഡ്വാർഡ് തോണ്ടേക്ക് ആണ്. അക്കോർഡിംഗ് ടു പിയാഷെ, സ്കീമ ഈസ് എ മോറൽ ഡിലേമ, എ യൂണിറ്റ് ഓഫ് ലാംഗ്വേജ്, എ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് നോളജ്, എ ഫിക്സഡ് മെൻ്റൽ ഡിസോർഡർ. അക്കോർഡിംഗ് ടു പിയാഷെ സ്കീമ എന്ന് പറയുന്നത് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് നോളജ് ആണ്. വാട്ട് പ്രിൻസിപ്പിൾസ് ഡ്രൈവ്സ് ദ ഇത് ഇൻ ഫ്രൂട്ട്സ് തിയറി? എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് ഇതിനെ ഡ്രൈവ് ചെയ്യുന്നത് ഫ്രോഡിൻ്റെ തിയറിയിൽ? പ്ലഷർ പ്രിൻസിപ്പിളാണ് അല്ലേ? ഇതെന്ന് പറയുന്നത് ഒരു പ്ലഷർ പ്രിൻസിപ്പിളായിട്ടാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. വിച്ച് തിയറി ഫോക്കസസ് ഓൺ സ്റ്റിമുലി ആൻഡ് റെസ്പോൺസസ്? സ്റ്റിമുലസും SR തിയറി എന്നറിയപ്പെടുന്നത് ഏതാണ്? ബിഹേവിയറിസ്റ്റ് തിയറി. വിച്ച് തിയറി ഫോക്കസസ് ഓൺ സ്റ്റിമുലി ആൻഡ് റെസ്പോൺസസ്? ബിഹേവിയറിസം, കോഗ്നിറ്റീവ് തിയറി, സൈക്കോ അനലിറ്റിക് തിയറി, എക്കോളജിക്കൽ സിസ്റ്റംസ് തിയറി. ആൻസർ ബിഹേവിയറിസം. വാട്ട് ഈസ് ദ അൺകണ്ടീഷണഡ് സ്റ്റിമുലസ് ഇൻ പൗലോസ് എക്സ്പെരിമെൻറ്റ്? അല്ലേ, പൗലോൻ്റെ എക്സ്പെരിമെൻറ്റിൽ അൺകണ്ടീഷണലായിട്ട് വരുന്ന സ്റ്റിമുലസ് ഏതാണ്? മീറ്റ് പൗഡർ. വിച്ച് സൈക്കോളജിസ്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മോറൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ്? ഏത് സൈക്കോളജിസ്റ്റാണ് മോറൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത്? കോൾബർഗ് ആണ് കേട്ടോ. അക്കോർഡിംഗ് ടു എറിക്സൺ, ദ ഫൈനൽ സ്റ്റേജ് ഇൻ ലൈഫ് ഈസ്, എറിക്സണിൽ ഫൈനൽ സ്റ്റേജ് ഇൻ ലൈഫ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ. ദ ഐഡിയ ഓഫ് റെസിപ്രോക്കൽ ടീച്ചിങ് ഈസ് ബേസ്ഡ് ഓൺ വോസ് തിയറി? വൈഗോസ്കിയുടെ തിയറിയാണ് കേട്ടോ. ദ ഐഡിയ ഓഫ് റെസിപ്രോക്കൽ ടീച്ചിങ് ഈസ് ബേസ്ഡ് ഓൺ വോസ് തിയറി? വൈഗോസ്കി. വാട്ട് ഈസ് എ കണ്ടീഷണഡ് റെസ്പോൺസ് ഇൻ ക്ലാസിക്കൽ കണ്ടീഷനിങ്? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ഏതാണ് ഒരു കണ്ടീഷണഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്? ദ നാച്ചുറൽ റിയാക്ഷൻ ടു എ സ്റ്റിമുലസ്, എ ലേൺഡ് റെസ്പോൺസ് ടു എ പ്രീവിയസ്ലി ന്യൂട്രൽ സ്റ്റിമുലസ്, എനി റാൻഡം ബിഹേവിയർ, എ പണിഷ്മെൻറ്റ് റിയാക്ഷൻ. ഏതാ വരിക? എ ലേൺഡ് റെസ്പോൺസ് ടു എ പ്രീവിയസ്ലി ന്യൂട്രൽ സ്റ്റിമുലസ്. അതാണ് ഒരു കണ്ടീഷണഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. കണ്ടീഷണഡ് റെസ്പോൺസ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ. വിച്ച് തിയറിസ്റ്റ് എംഫസൈസ്ഡ് internal thought and feelings at the least? Which theorist emphasized internal thoughts and feelings the least? ഏതാണ്? സ്കിന്നർ. The sensory motor stage lasts from ഏതാണ്? സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ആണ് അല്ലേ? നമ്മുടെ പിയാഷയുടെ കൊഗ്നിറ്റീവ് തിയറിയിൽ അവിടെ വരുന്ന ബർത്ത് ടു 2 years ആണ്. Who proposed the concept scaffolding? സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് വൈഗോസ്കിയാണ്. The idea that learning occurs by observing others is central to social cognitive theory. The idea that learning occurs by observing others is central to social cognitive theory. What does ZPD അല്ലേ? ഈ ഒരു ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളതാണ്. ZPDൻ്റെ ഫുൾ ഫോം എന്താണ്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് ആണ് കേട്ടോ. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. സെൽഫ് എഫിഷ്യൻസി ഈസ് ഡിഫൈൻഡ് ആസ് ബിലീഫ് ഇൻ വൺസ് എബിലിറ്റീസ് ടു സക്സീഡ്. വൈഗോസ്കി ബിലീവ്ഡ് ഡെവലപ്മെൻറ്റ് ഹാപ്പൻസ് ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻ. വൈഗോസ്കി ബിലീവ് ചെയ്യുന്നത് ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത് സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ്. വിച്ച് ബിഹേവിയറിസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്? ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്ന തിയറി ആരുടെയാണ്? സ്കിന്നറുടെയാണ് കേട്ടോ. ഇൻ ഫ്രോഡ്സ് തിയറി, സിഗ്മണ്ട് ഫ്രോഡിൻ്റെ തിയറിയിൽ ഫിക്സേഷൻ ഇൻ ഓറൽ സ്റ്റേജ് മൈറ്റ് ലീഡ് ടു, സിഗ്മണ്ട് ഫ്രോഡിൻ്റെ തിയറിയിൽ ഫിക്സേഷൻ എന്ന് പറയുന്നത് ഇൻ ഓറൽ സ്റ്റേജിൽ മൈറ്റ് ലീഡ് ടു സ്മോക്കിംഗ് ഓർ നെയിൽ ബൈറ്റിംഗ്. ഓരോ സ്റ്റേജിലും അതിൻ്റെ പ്രോപ്പർ ഡെവലപ്മെൻറ്റ് നടന്നിട്ടില്ലെങ്കിൽ ഫിക്സേഷൻ സംഭവിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്
ഏതായിരിക്കും ഒരു പ്രോപ്പർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഓറൽ സ്റ്റേജിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഇൻ ഫ്രോഡ്സ് തിയറി ഫിക്സേഷൻ ഇൻ ദ ഓറൽ സ്റ്റേജ് മൈറ്റ് ലീഡ് ടു സ്മോക്കിംഗ് ഓർ നെയിൽ ബൈറ്റിംഗ്. What does the iceberg model represents in Freud's theory? ഏതാണ്? ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും 30 ക്വസ്റ്റ്യൻസ് ആട്ടോ, 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റം വരുത്തണേ, ഇതിലെന്തെങ്കിലും ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. താങ്ക് യു.